നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അർത്ഥം എന്താണ്? ഒന്നാമത് നമുക്ക് വേണ്ടത് ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്. അവിടെ പറയുന്ന കാര്യം ദൈവത്തിലും എന്നിലും. അർത്ഥം എന്താണ്? യേശുവും ദൈവവും ഒന്നാണ്, ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ ദൈവത്തിൽ ഒരു വിശ്വാസം നമുക്ക് വേണം. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, സകലതും കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവമുണ്ട്, സകലത്തെയും ഭരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. There is a living God. പ്രകാരം വാക്യം പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിഫലം കിട്ടുമെന്ന്, ദൈവം തരുമെന്ന് വിശ്വാസമുണ്ടോ? അതാണ് എനിക്കും നിനക്കും വേണ്ടത്. പ്രിയമക്കളെ, ദൈവം എന്തെങ്കിലും തരാമെന്ന് പറയുന്നെങ്കിൽ അല്പം താമസിച്ചാലും അത് കിട്ടിയിരിക്കും. കാര്യം അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുന്ന ദൈവമല്ല. അവന്റെ വാക്ക് എന്നാണ്, അവന്റെ വാക്ക് ഇല്ല ഇല്ലെന്നാണ്. അനർത്ഥം എന്താണ്? ഇടയ്ക്കൊരു വാക്ക് അവനില്ല. അവൻ പറഞ്ഞാൽ അത് സംഭവിക്കും, അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ചാട്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. വിശ്വാസത്തിന്റെ 7 പ്രധാനപ്പെട്ട ആനുകൂല്യമാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ, ഈ 7 കാര്യങ്ങളും അടയാളങ്ങളാണ്. ഒന്നെന്താണ്? അവർ ഭൂതങ്ങളെ പുറത്താക്കും. വീട്ടിലെ ഭൂതമുണ്ടെങ്കിൽ അതിനെ പുറത്താക്കാൻ ആർക്ക് അധികാരമുണ്ട്? എനിക്കും നിനക്കും, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് അധികാരമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അധികാരമുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കും. പിന്നെന്താണ്? പുതുഭാഷകളിൽ സംസാരിക്കും. അത് അന്യഭാഷ അടയാളത്തെ കുറിച്ചാണ് അത് വ്യക്തമാക്കുന്നത്. യേശു വ്യക്തമായി പറഞ്ഞു, പുതുഭാഷകളിൽ സംസാരിക്കും. വീണ്ടും പറഞ്ഞു, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള സർപ്പങ്ങളെ അല്ല, നമുക്ക് അടുത്തു വരുന്ന വ്യക്തികളിലുള്ള സർപ്പങ്ങളെ. എന്ന് പറഞ്ഞാൽ ഫലപ്രദമായൊരു ശുശ്രൂഷ വിശ്വസിക്കുന്നവരാൽ സംഭവിക്കുമെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. നിനക്ക് ചുറ്റും സർപ്പത്തിന്റെ വ്യാപാരം അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഡോക്ടർ നോക്കുമ്പോൾ രോഗമൊന്നുമില്ല, പക്ഷേ ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. സർപ്പത്തിന്റെ വ്യാപാരം. വീട്ടിൽ വന്നാൽ വല്ലാത്ത അസ്വസ്ഥത. സർപ്പത്തിന്റെ വ്യാപാരം. ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. എന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിനക്ക് ആ സർപ്പത്തെ പിടിച്ചെടുക്കുവാൻ അധികാരമുണ്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അയൽക്കാരനാകട്ടെ, ബന്ധുവാകട്ടെ, നിന്നോട് അടുക്കുന്ന വ്യക്തിയുടെ അകത്ത് വ്യാപരിക്കുന്ന സർപ്പവ്യാപാരത്തെ പിടിച്ചെടുത്ത് തീയിൽ കുടയുവാൻ നിനക്ക് അധികാരമുണ്ട്, അഭിഷേകമുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച്. വിശ്വസിക്കുന്നവനെ കൊണ്ട് അസാധാരണമായി ചെയ്യിക്കുന്ന ദൈവം. പിന്നെ പറയുന്നു, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് എന്തു വരത്തില്ല. മക്കളെ, ഈ മരുന്നെന്നൊക്കെ പറയുന്നതേ മരണകരമായ വിഷമാണ് അല്ലേ? ഒരു മരുന്ന് കഴിക്കുമ്പോൾ 5 വിധ രോഗമുണ്ടാകുന്നതാണ് യഥാർത്ഥ കണ്ടുപിടുത്തം. അത്രമാത്രം കട്ടിയായ മരുന്നുകളുണ്ട്. പക്ഷേ ആ മരുന്നിൻ്റെ വിഷത്തെ കെടുത്തുന്ന, തകർക്കുന്ന, ഒഴിവാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുകയാണ്.
മരണകരമായ യാതൊന്നു കുടിച്ചാലും ഹാനി വരുകയില്ല. വീണ്ടും പറഞ്ഞു, രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. മക്കളെ, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചതാണ്, വീണ്ടും ആവർത്തിക്കാം. അടുത്ത വീട്ടിൽ ഒരാൾ രോഗിയായി കിടക്കുന്നു, വേണ്ട, നിന്റെ വീട്ടിൽ നിന്റെ മാതാവ് രോഗിയായിരിക്കുന്നു, പിതാവ് രോഗിയായിരിക്കുന്നു. നീ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകണം. നീ പറയേണ്ട കാര്യം എന്താണ്? കർത്താവേ, നീ പറഞ്ഞല്ലോ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന്. വിശ്വസിക്കുന്നവൻ കൈവച്ചാൽ രോഗിക്ക് സൗഖ്യം വരുമെന്ന് നിന്റെ വചനം പറയുന്നല്ലോ കർത്താവ്. ഇതാ വിശ്വാസത്തോടെ ഞാൻ കൈവെക്കുകയാണ്. ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ, ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. വീണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. എന്താണ് യേശുവിന്റെ പ്രവൃത്തി? രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി, കണ്ണില്ലാത്തവന് കണ്ണു കൊടുത്തു, ചെവിയില്ലാത്തവന് ചെവി കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ പ്രവൃത്തി വിശ്വസിക്കുന്നവരാൽ തുടരുമെന്നാണ് യേശു പറഞ്ഞത്. വീണ്ടും പറഞ്ഞു, അതിൽ അധികവും നീ ചെയ്യും. ഒരാമയും പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? നിഗളമാണോ? അല്ല. അന്ന് 3 ഭാഷകളിലാണ് യേശു സംസാരിച്ചത്, എബ്രായ, യവന, റോമൻ ഭാഷകളിൽ. ഇന്ന് അതിലധികം ഭാഷകളിൽ സംസാരിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. അത് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്. ഞാൻ ചെയ്തതിലും അധികമായിട്ട് നീ ചെയ്യും. അന്നത്തെ കാലത്തെ ജനസംഖ്യ ആനുപാതികമായി ചിന്തിച്ചാൽ 25 കോടിയോ 30 കോടിയോ ഒക്കെ ആയിരിക്കും അന്നത്തെ ജനസംഖ്യ. അന്നത്തെ അതിൻ്റെ ഉയർച്ച നിരക്ക് നോക്കി പഠിച്ചാൽ. പക്ഷേ ഇന്ന് എത്ര കോടിയോടാണ് നമ്മൾ സംസാരിക്കുന്നത്? അന്ന് കുറെ കുറെ വർഗത്തോടാണ്. ഇന്ന് എത്രയധികം വർഗങ്ങളുണ്ട്, എത്രയധികം ഭാഷകളുണ്ട്. അവിടെ എല്ലാം വചനം എത്തുന്നില്ലേ? യേശു ചെയ്തതിലും അധികം ചെയ്യുമെന്ന് യേശു വാക്കു പറഞ്ഞെങ്കിൽ അത് സംഭവിക്കുകയാണ്. അവന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചാട്ടെ. നിന്നെ കൊണ്ട് യേശു ചെയ്തതിലും അധികമായത് ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്തിന്? ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് എത്തിയോടെ. അപ്പോൾ ഒന്ന്, വിജയകരമായ വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ ചുവട് എന്താണ്? വിശ്വാസം. അടുത്തത് ദൈവത്തിന്റെ വലിപ്പം. യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വലിപ്പം. ഉത്തര ദിക്കിനെ അവൻ ശൂന്യത്തിന് വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവയ്ക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു, അതിന്മേലോ തന്റെ മേഘം വിരിക്കുന്നു. അവൻ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു, അവന്റെ തർജ്ജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു, തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവന്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തി തുളച്ചിരിക്കുന്നു. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ. മതി. 14-ാമത്തെ വാക്യം പ്രത്യേകം ഓർക്കുക. ആ 10 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ വിവരിക്കുകയാണ്. ഒരു വാക്യം കേട്ടോ. സമുദ്രത്തെ അവൻ എന്ത് ചെയ്യാണ്? തന്റെ ശക്തി കൊണ്ട് ഇളക്കുന്നു. വലിയ തിരമാലകൾ അടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, ഇതെന്താണ്? ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പ്രദർശനമാണ്. ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ എന്ന് പറയാ. എന്താ? ദൈവത്തിന്റെ പ്രവൃത്തിയെ വാക്കുകൊണ്ട് വിവരിക്കാൻ ഒരു മനുഷ്യനും ഒരു പുസ്തകത്തിനും കഴിയത്തില്ല. ഇതൊക്കെ അവന്റെ വഴികളുടെ അറ്റങ്ങളാണ്. നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും? മക്കളെ,
ഒരു മന്ന സ്വരം കേട്ടപ്പോൾ തന്നെ ഇത്രയും ആനുകൂല്യമെങ്കിൽ അവന്റെ ഇടിമുഴക്കം കേട്ടാലോ, അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കം കേട്ടാലോ. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാണ് വിശ്വസിക്കുന്നവരെ, കൂടപ്പിറപ്പേ, നമുക്ക് ആവശ്യം ദൈവത്തിന്റെ ബലത്തിന്റെ ഇടിമുഴക്കമാണ്, ദൈവത്തിന്റെ വലിപ്പത്തിന്റെ ഇടിമുഴക്കമാണ്. അത് നമ്മളെ ഉയർത്തും. അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കരം പിടിച്ച് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ ദൈവത്തിന്റെ വലിപ്പങ്ങൾ നമ്മുടെ അകത്ത് നിറയണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതൊക്കെ കൊണ്ടാണ് കൂടെ കൂടെ പറയുന്നത്, വിശ്വാസവാക്കുകളും ദൈവത്തിന്റെ വലിപ്പവും കാണാപ്പാഠം പഠിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരു വിശ്വാസിയാകുന്നത് ലേബല് കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. നീ വിലയുള്ളവനാകുന്നത് നിന്റെ അകത്ത് ദൈവത്തിന്റെ വലിപ്പം നിറയുമ്പോഴാണ്, പിശാചിന്റെ വലിപ്പം നിറയുമ്പോഴല്ല. തകർച്ചകളുടെ പരാജയങ്ങളുടെ വലിപ്പം നിറയുമ്പോഴല്ല, നെഗറ്റീവ് നിറയുമ്പോഴല്ല, ദൈവത്തിന്റെ വലിപ്പം നിന്റെ അകത്ത് നിറയുമ്പോൾ. ഞാൻ സേവിക്കുന്നത് സർവശക്തിയുള്ള ദൈവമാണ്. എനിക്ക് വേണ്ടി ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തെയാണ്. സകലത്തിനും കാരണഭൂതനായ, സകലത്തെയും ഭരിക്കുന്ന, വാക്കുകൊണ്ട് സകലത്തെയും വഹിക്കുന്ന, സമുദ്രത്തിന് മണൽ കൊണ്ട് അതിര് തീർത്ത, ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ ഉയർത്തുന്ന, സ്വർഗങ്ങളിൽ അടങ്ങാത്ത ഒരു മഹാ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഈ വലിപ്പം നിന്റെ അകത്ത് വന്നാൽ ഒരു ദുഷ്ട പിശാചും 7 അയിലത്തടുക്കത്തില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. മക്കളെ, പിശാച് നമ്മുടെ അകത്ത് കയറരുത്. അത് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വലിപ്പം നമ്മുടെ അകത്ത് സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ മാത്രം പോരാ, വാ തുറന്ന് അത് വിളിച്ചു പറയണം. പ്രിയ മക്കളെ, നോക്കുക. നമുക്കൊരു കാര്യം പ്രത്യേകമായി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. യൂദ എന്ത് ചെയ്തു? കർത്താവിൻ്റെ മേശയിൽ അകത്ത് അഴുക്ക് വെച്ചുകൊണ്ട് പങ്കെടുത്തു. എന്താ സംഭവിച്ചത്? അവൻ്റെ അകത്ത് ആര് കയറി? പിശാച് കയറി. ഞാൻ ഉള്ള കാര്യം പറയുകയാണ്, വചനത്തിലുള്ള കാര്യം പറയുകയാണ്. അകത്ത് തിന്മ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള താല്പര്യം അകത്ത് വെച്ചുകൊണ്ട്, അടിയിൽ കൂടെ പാര പണിയാനുള്ള പരിപാടി വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? കർത്തൃമേശയിൽ. മക്കളെ, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നെങ്കിൽ നിനക്ക് ദൈവത്തോട് അനുകൂല നിലപാട് വേണം, ദൈവസഭയോട് അനുകൂല നിലപാട് വേണം. ഒരു എതിരായ ചിന്ത ഒരു തരി പോലും നിന്നെ ഭരിക്കരുത്. ഭരിച്ചാൽ ആര് കയറും? അവൻ എങ്ങോട്ടാ പോയത്? മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്കാണ് പോയത്. അല്ലേ? എന്തിനാണ്? അവന്റെ വീതം വാങ്ങുവാൻ 30 വെള്ളിക്കാശ് വാങ്ങി എന്ത് ചെയ്തു? യേശുവിനെ ഒറ്റിക്കൊടുത്തു. സമാന്തരമായി പോയി. അവൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല പണമുണ്ടാക്കാൻ നല്ലൊരു മാർഗമാണ്, വഴിയാണ്. യേശുവിനെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല, പൈസയും കിട്ടി യേശു രക്ഷപ്പെടുകയും ചെയ്യും എന്നാണ് ആര് ചിന്തിച്ചത്? യൂദാ ചിന്തിച്ചത്. മക്കളെ, ഒരിക്കലും പിശാച് അകത്ത് കയറരുത്. അകത്ത് കയറാതിരിക്കണം എന്ത് വേണം? നമ്മുടെ അകം എപ്പോഴും നിറഞ്ഞിരിക്കണം. വിശ്വാസവാക്കുകളാൽ, ദൈവത്തിന്റെ വലിപ്പത്താൽ അകം നിറയുമെങ്കിൽ ഒരു ദുഷ്ട പിശാചും അകത്ത് കയറത്തില്ല. മറ്റൊരു ചിന്ത നമ്മളെ ഭരിക്കരുത്. ഞാൻ ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ദൈവത്തിന് വേണ്ടി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് വല്ല വിധേയരെയും ദൈവ രാജ്യത്തിന്റെ വ്യാപ്തി സംഭവിക്കട്ടെ. എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ഞാൻ പ്രയത്നിക്കും, ഞാൻ പോകും. ആരും ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ നാമത്തിന് അനുകൂല നിലപാട് ഞാൻ സ്വീകരിക്കും. മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തെ ചുവട്, വിശ്വാസത്തിന്റെ പ്രവൃത്തി. വിശ്വാസം പറഞ്ഞു, പിന്നെ ദൈവത്തിന്റെ വലിപ്പം പറഞ്ഞു. മൂന്നാമത് വിശ്വാസത്തിന്റെ. മർക്കോസ് 5-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. മതി, നമുക്കറിയാം. 12 വർഷം രോഗിയായ സ്ത്രീ, അവള് എന്തോ ചെയ്തു. അത് ചെയ്തവളെ കാണാൻ യേശു എന്തോ ഒരു പരിപാടി ആര് ചെയ്തു? ആ 12 വർഷം രോഗിയായ സ്ത്രീ വളരെ നാളുകൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി അവൾ ചെയ്തു. എന്താണ്?
അവൾ പുരുഷാരത്തെ പിന്നിലാക്കി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ചിലപ്പോൾ അവള് അത് പങ്കുവെച്ച് കാണും ആൾക്കാരുമായിട്ട്. ഞാൻ അടുത്ത ദിവസം യേശു വരുമ്പോൾ യേശുവിന്റെ തൊങ്ങലിൽ തൊടും. എന്തിനാണ് ഈ തൊടുന്നത്? തൊട്ടാ മതി, ആ ശക്തി എങ്കിലേക്ക് വ്യാപരിക്കും. ഇടയെ ചുമ്മാതാണ്, വെറുതെയാണ്. പിന്നെ ഒരു വസ്ത്രം തൊടുമ്പോഴത്തേക്ക് അങ്ങ് ശക്തി ചലിക്കാൻ പോലെ വെറുതെ ചിന്തയാണ്. നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല മക്കളെ. പലരും നിരാശപ്പെടുത്തി കാണും. അവൾ നിരാശപ്പെട്ടില്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തിയിൽ മുന്നോട്ട് പോയി. ഞാൻ പോകും തൊടും സൗഖ്യം പ്രാപിക്കും, ഞാൻ പോകും തൊടും സൗഖ്യം പ്രാപിക്കും. വൈദ്യന്മാർ എനിക്ക് എതിരാണ്, സാമ്പത്തികം എതിരാണ്, ശിഷ്യന്മാർ എതിരാണ്, പുരുഷാരം എതിരാണ്. അതൊന്നും വിഷയമല്ല. ഞാൻ പോകും തൊടും സൗഖ്യം പ്രാപിക്കും. അവന്റെ തൊങ്ങലിൽ വ്യാപരിക്കുന്ന ശക്തി മതി. അവനെന്നെ തൊടണ്ട, എന്നെ മുഷി പ്രാർത്ഥിക്കണ്ട, എന്നെ തഴുകണ്ട. അവന്റെ തൊങ്ങലിൽ, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ വ്യാപരിക്കുന്ന ശക്തി മതി. അവൾ ചെയ്തത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. നോക്കുക, അവളെ പ്രകീർത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവളെ തിക്കാനും തിരക്കാനും അല്ലാതെ ആരുമില്ല. യേശു പോലും കാണുന്നില്ല. യേശു പറഞ്ഞോ, ഒരു സ്ത്രീ വരുന്നുണ്ടേ, പത്രോസേ അല്പസ്ഥലം കൊടുക്കണേ, അവർക്ക് ഒന്ന് മാറി കൊടുക്കണേ സ്വല്പം. അണ്ടേ 12 വർഷമായിട്ട് രോഗിയായ ഒരു സ്ത്രീയാണ്, അവൾ പരവശയായ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് യേശു പറഞ്ഞോ? ഇല്ല, ആരും അവളെ ഗവനിക്കുന്നില്ല. അതവക്ക് വിഷയമല്ല. മക്കളെ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആരും ഗവനിച്ചില്ലെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കുമ്പോൾ നിന്നെ ഗവനിക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ. പ്രിയമക്കളെ, ഈ പട്ടണമധ്യേ നമ്മൾ ഒരു തേനീച്ചക്കൂട് വെച്ചിരിക്കുകയാണ്. എന്താണ് ഈ സഭ? ഒരു തേനീച്ചക്കൂടാണ്. തേനീച്ച വളർത്തിയവർക്കറിയാം. വീടിന്റെ പുരയിടത്തിൽ എന്ത് ചെയ്യും? ഒരു പ്രത്യേക കൂട് വെക്കും. അതിനകത്ത് എന്ത് വെക്കും? ഒരു റാണിയെ വെക്കും. ഈ റാണി മറ്റ് തേനീച്ചകളെ ആകർഷിക്കും. അല്പം കഴിയുമ്പോൾ ഒരു കൂട്ടം തേനീച്ചകൾ അതിലേക്ക് വരും. അല്പം കഴിയുമ്പോൾ ഈ തേനീച്ചകൾ പുറത്തു പോയിട്ട് എന്തുകൊണ്ടുവരും? തേൻ കൊണ്ടുവരും. ആ കൂട്ടിനകത്ത് തേൻ നിറയും. നമ്മളും ഈ പട്ടണ മധ്യേ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു തേനീച്ചക്കൂട് വെച്ചിരിക്കുകയാണ്. റാണിയെ വെച്ചിട്ടുണ്ട്. ആരാ റാണി? ഡോക്ടർ ബിനു ജോസ് ചാക്കോ ആണോ? യേശു എന്ന റാണി. പറഞ്ഞാട്ടെ, എന്നെ വെച്ചിട്ടൊരു കാര്യമില്ല. യേശു എന്ന റാണി ഇതിനകത്തിരിക്കുമ്പോൾ അനേക തേനീച്ചകൾ ആകർഷിക്കപ്പെടുകയാണ്. ഇതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. പട്ടണമധ്യേ ഇതിന്റെ ആവശ്യമുണ്ട്. അല്പം കഴിയുമ്പോൾ തേൻ കൊണ്ട് നിറയും. ചില വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നീ ചെയ്യുകയാണ്. പുരാതന ശൂന്യങ്ങളെ നീ പണിയുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ കസേരകൾ ഒഴിഞ്ഞു കിടക്കാം. അല്പം കഴിയുമ്പോൾ വാതിൽക്ക് പോലും സ്ഥലമില്ലാത്ത നിലവാരങ്ങൾ ദൈവമൊരുക്കാം. എത്ര പേർ വിശ്വാസക്കണ്ണാൽ കാണുന്നു? എത്ര പേർ മക്കളെ, 10,000 ലക്ഷം കോടിയുടെ ഡെവലപ്മെന്റ് ആണ് ദൈവസഭയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. പാസ്റ്റർ തള്ളി മറിച്ചിട്ടു. അവിശ്വാസികൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് അനുബന്ധമായി എൻ്റെ പോക്കറ്റിൽ വരുമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. സഭയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ റോഡ് വികസനമായിരിക്കാം, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു എയർപോർട്ട് വരികയായിരിക്കാം. എന്തുമായിക്കോട്ടെ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ സഭയെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ ഫംഗ്ഷനെ ഏറ്റവും വലുതാക്കി അസാധാരണ കാര്യങ്ങൾ ദേശത്ത് പട്ടണമധ്യേ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുക, 10 ലക്ഷം കോടി ഡോളറിന്റെ ഡെവലപ്മെന്റ് ഈ സഭയുമായി ബന്ധപ്പെട്ട്. കയ്യിൽ ഇപ്പോൾ എന്തോ ഉണ്ട്, കടഭാരം
മക്കളെ, ഞാൻ പറയട്ടെ മക്കളെ, ദൈവത്തിന് കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. ഞാൻ ദ്രവ്യാഗ്രഹത്താൽ സംസാരിക്കുകയല്ല, ദൈവ രാജ്യത്തിൻ്റെ വ്യാപ്തിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ മക്കളെ, എൻ്റെ കയ്യിലൊരു നന്മ വന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുമോ? ഒരു ചോദ്യമാണ്. എൻ്റെ കയ്യിൽ ഒരു അസാധാരണ നന്മ വന്നാൽ നിങ്ങൾക്ക് തരുമോ? ഇതുവരെ തന്നിട്ടുണ്ടോ? തന്നിട്ടേ ഉള്ളൂ മക്കൾ, നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ പണമായി തന്നില്ലായിരിക്കാം, അല്ലേ? കിട്ടിയതെല്ലാം കർത്താവിന് വിലയ്ക്ക് ഞാൻ കൊടുത്തു. അഹങ്കാരമല്ല, കൃപ. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ അസാധാരണ നന്മ വരുന്നുണ്ട്, അത് നമ്മൾ പങ്കുവെക്കാം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പിണങ്ങിപ്പോകല്ലേ, പിണങ്ങിപ്പോകല്ലേ, മാറിപ്പോകല്ലേ. വലിയ നഷ്ടമുണ്ടാകും. ഒരു വലിയ നന്മ വരുന്നുണ്ട്, വലിയ കൊയ്ത്ത് വരുന്നുണ്ട്. നാം സേവിക്കുന്ന ദൈവം മക്കളെ അവകാശികളായി കാണുന്ന ദൈവമാണ്. തക്ക സമയത്ത് അത്ഭുത വഴികൾ ദൈവം തുറക്കും. പ്രിയമക്കളെ, നിങ്ങളും ഈ കാഴ്ചപ്പാടിലേക്ക് വരണം. പ്രാർത്ഥിക്കണം, കർത്താവ് ഞാൻ അവകാശിയാണ്. എൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട്, എൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് ഇത്ര കോടിയുടെ ആനുകൂല്യം അങ്ങ് ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ, ദൈവം അസാധാരണമായി ചെയ്യും. എപ്പോഴും നമുക്ക് വേണ്ടത് വിശാലമായൊരു കാഴ്ചപ്പാടാണ്. ദൈവത്തിൻ്റെ വലിപ്പം അറിഞ്ഞു വേണം പ്ലാനുകൾ തയ്യാറാക്കുവാൻ. നീ സേവിക്കുന്നത് ഒരു റേഷൻ കടക്കാരനെ അല്ല, നീ സേവിക്കുന്നത് ഒരു ചെറിയ ദൈവത്തെ അല്ല, ചിന്ന ദൈവത്തെ അല്ല. നിനക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ കഴിവുള്ള ദൈവത്തെ, നിനക്ക് വേണ്ടി സകലവും, അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ച ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അവന് കഴിയാത്ത കാര്യമില്ല. ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്. കഴിഞ്ഞ ദിവസം ഒരു മോള് എന്നെ ഫോണിൽ വിളിച്ചു, പാസ്റ്റർ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഒരു ഓപ്ഷൻ നേഴ്സിങ്ങിന് പഠിക്കാൻ, ഒരു ഓപ്ഷൻ എഞ്ചിനീയറിങ്ങിന് പോകാൻ. എന്ത് ചെയ്യണം പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ഡ്രീം ബിഗ്, എഞ്ചിനീയറിങ്ങിന് പോകണം. കാര്യം എന്താണ്? നീ വളരാനുള്ളവനാണ്. നീ ഒരു അനുഗ്രഹം പ്രാപിച്ചാൽ അത് ദൈവനാമത്തിന് മഹത്വമാണ്. നീ നാട്ടിൽ ഉയർന്നു വന്നാൽ നിന്നെ കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഡ്രീം ബിഗ്, 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 ഡ്രീം ബിഗ്. വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിലും എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ചെറുതായിട്ട് പറയാം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക. ഹല്ലേലൂയ. ഇന്ന് രാവിലെ 5:30 മണി സമയത്ത്, 6 മണി സമയത്ത് ഞാൻ പുറത്തേക്കിറങ്ങി ഈ ആലയത്തിൻ്റെ ആ ഗേറ്റിലേക്ക് പോയി. അവിടെ അപ്പുറത്തൊക്കെ ആൾക്കാരെ നോക്കുന്നുണ്ട്. ഞാൻ വ്യായാമം ചെയ്യുവാൻ ആരംഭിച്ചു. വ്യായാമം നോക്കണം എങ്ങനെ? നോക്കണേ, അവിടുത്തെ പാതിരി രാവിലെ എഴുതിട്ട് എന്ത് ചെയ്യുക? വ്യാപാരം ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇത് വ്യായാമമല്ല, ആത്മാക്കളെ വിളിക്കുക. ഓ ഓ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. ഓ എത്ര പേർ മനസ്സിലാക്കുന്നു വിശ്വാസത്തിന്റെ പ്രവൃത്തി? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കണം. എന്തെങ്കിലും ഇല്ലായ്മ വീട്ടിലുണ്ടോ? നീ ഭാരപ്പെടരുത്, പിറുപിറുക്കരുത്, തമ്മിൽ തമ്മിൽ പഴി ചാരരുത്. എപ്പോഴും സ്ത്രീകൾക്കാണ് ഈ പെട്ടെന്നൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റെസ്പോൺസിബിലിറ്റി അങ്ങ് ഫിക്സ് ചെയ്യും. അന്നേ പറഞ്ഞതാ, അത് ശരിയാക്കണം, ഇത് അന്നേ കേട്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. മക്കളെ, അങ്ങനല്ല ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ മഴക്കാലമാകുമ്പോൾ വെള്ളത്തെ ആർക്കും പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. ഒക്കോ? ഇങ്ങനെ വരും വെള്ളം, ഇങ്ങനെ വരും വെള്ളം, ഇങ്ങനെ വരും താഴെ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ കാണാം, ഈ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. ഇന്നലെ ഞാൻ സുന്ദർബായി ഇവിടെ നോക്കിയപ്പോൾ കാണാം, മുട്ടറ്റം 4 ചുറ്റും എന്ത് ചെയ്തേക്കാ? കോൺക്രീറ്റ് ഇട്ടിരിക്കുക. എവിടുന്ന് വെള്ളം വന്നു? വെള്ളത്തെ ഒന്നും പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല.
ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പിറുപിറുപ്പിന് കാരണമാകരുത്. അതെല്ലാം അതിൻ്റെതായ വഴി വരും, വെള്ളം വരും, അതൊക്കെ കർത്താവ് മാറ്റും. അതിനെന്ത് ചെയ്യണം? ഒരു സമാവയവും ദൈവപ്രവൃത്തിക്കുള്ള കാത്തിരിപ്പൊക്കെ വേണം. ഒരാമയും പറഞ്ഞാട്ടെ. പിറുപിറുക്കാനാണെങ്കിൽ പിറുപിറുക്കാനേ ഉള്ളൂ, പഴിചാരാനാണെങ്കിൽ പഴിചാരാനേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ അത്ഭുത വഴികൾ ദൈവം തുറക്കും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തണം. രാമൻ പറഞ്ഞാട്ട്. ഇല്ലാതിരിക്കുന്ന ഷെൽട്ടറിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തണം. ഇല്ലാതിരിക്കുന്ന വസ്ത്രത്തെ ഉള്ളതിനെ പോലെ, ഇല്ലാതിരിക്കുന്ന ധാന്യത്തെ ഉള്ളതിനെ പോലെ, ഇല്ലാതിരിക്കുന്ന എണ്ണയെ ഉള്ളതിനെ പോലെ, ഇല്ലാതിരിക്കുന്ന വാഹനത്തെ ഉള്ളതിനെ പോലെ, ഇല്ലാതിരിക്കുന്ന പദവികളെ ഉള്ളതിനെ പോലെ, ഇല്ലാതിരിക്കുന്ന പുറപ്പാടിനെ ഉള്ളതിനെ പോലെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തി. വീണ്ടും പരസ്യമായി ദൈവത്തെ ആരാധിക്കുക വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. പരസ്യമായി ദൈവത്തെ ആരാധിക്കുക. എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ലോകം ചോദിക്കും, നിങ്ങളിങ്ങനെ കൈയിട്ടടിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? നിങ്ങളെ ആര് കാണുന്നു? അത് ലോക മനുഷ്യൻ്റെ അറിവുകേടാണ്. നമ്മുടെ ആരാധന സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട്. നിന്റെ ഓരോ ചലനങ്ങളും അവന് ഇഷ്ടമാണ്. അവൻ പറഞ്ഞത് എന്താണ്? ഒന്നാമത്തെ കൽപ്പന എന്താണ്? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും കൂടെ സേവിക്കണം, സ്നേഹിക്കണം. ഇത് ഒന്നാമത്തെ കൽപ്പനയാണ്. റേഷം വെക്കരുത്, കുറവ് വരുത്തരുത്. ആരൊക്കെ എതിരാകട്ടെ, ആരൊക്കെ തകർക്കാൻ നോക്കട്ടെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കാര്യത്തിൽ വെള്ളം പ്രാർത്ഥിച്ചു കുടിക്കുന്നത് എന്താണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വെള്ളം കൊടുത്തു. അവർ ചോദിച്ചു, ഇത് ഹോളി വാട്ടർ ആണോ? ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് പച്ചവെള്ളം തന്നെയാണ്. ഇത് പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്തൊരു ശക്തി വ്യാപരിക്കുന്നത് വേറെ കാര്യം. അതിലുപരിയായിട്ട് നിങ്ങൾ ഇത് കുടിക്കുമ്പോൾ അത് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. എന്താണ്? ഈ പ്രാർത്ഥിച്ച വെള്ളത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതിനകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. മണ്ണിനെ കണ്ണാക്കുന്ന ദൈവം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവം ഈ വെള്ളത്തെയും രൂപാന്തരപ്പെടുത്തും. ആ വിശ്വാസമാണ് പ്രവൃത്തിയായി വെളിപ്പെടുന്നത്. മക്കളെ, ഏത് രോഗം വരട്ടെ, അല്പം വെള്ളമെടുക്കുക, ഉയരങ്ങളിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിച്ച് കർത്താവേ ഇത് വിലപ്പെട്ട ഔഷധമാകട്ടെ, ഇത് പഥ്യമാകട്ടെ, ഒറ്റമൂലിയാകട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കുക എന്താണ്? വിശ്വാസത്തിൻ്റെ എണ്ണ പ്രാർത്ഥിച്ച് പുരട്ടുക വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇനി ഒന്നും വേണ്ട, എണ്ണയും കിട്ടിയില്ല, വെള്ളവും കിട്ടിയില്ല, എന്ത് ചെയ്യും? പറയാമോ? പഠിപ്പിച്ചതാ. ഈ എണ്ണയും കിട്ടിയില്ല, വെള്ളവും കിട്ടിയില്ല, ചോറും കിട്ടിയില്ല. ചോറ് വീട്ടിൽ പോണ്ടേ എടുക്കാൻ, വെള്ളം വീട്ടിൽ പോണ്ടേ, എണ്ണയും ഇതൊന്നും കിട്ടിയില്ല. പക്ഷെ സൗഖ്യം വേണം. എന്താ ചെയ്യും? ഓ, ഇവിടെ പറയുന്ന കാര്യം പറ്റി പറ. ഇവിടെ കണ്ടോ, പറഞ്ഞേട്ടോ, തുപ്പൽ. യേശു എന്ത് ചെയ്തു? മണ്ണിൽ തുപ്പി. ആ ചേറെന്തായി? കണ്ണായി മാറി. എൻ്റെ തുപ്പലുണ്ടല്ലോ, തൊട്ടിട്ട് കർത്താവേ ഇതിനെന്താക്കണം? വിലപ്പെട്ട ഔഷധമാക്കണം. സലൈവ. ആ തുപ്പലിനെ വിലപ്പെട്ട ഒറ്റമൂലിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. വസ്തുക്കളെ പ്രാർത്ഥിച്ച് രൂപാന്തരപ്പെടുത്തണം. യേശു ചെയ്ത കാര്യമാണ്. യേശു എന്ത് ചെയ്തു? വസ്തുക്കളെ പ്രാർത്ഥിച്ച് രൂപാന്തരപ്പെടുത്തി, വസ്തുക്കളെ പ്രാർത്ഥിച്ച് വർദ്ധിപ്പിച്ചു, വിലയുള്ളതാക്കി മാറ്റി. നോക്കുക, വീണ്ടും ആഹാരത്തെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് മരുന്നാക്കി മാറ്റണം. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. വീണ്ടും നിന്റെ ഭാവിയുടെ ഒരു ബ്ലൂ പ്രിന്റ് നീ തയ്യാറാക്കണം. ഒരാമയും പറഞ്ഞാട്ട്. ചില കാര്യങ്ങൾ നിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വലിയ സ്വപ്നങ്ങൾ തയ്യാറാക്കി കുറിപ്പുകൾ എഴുതി വെക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരച്ചു വെക്കണം, ബ്ലൂ പ്രിന്റ്.
ലോകപ്രകാരം നോക്കിയാൽ അത് സാധ്യമാകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം പൂർത്തീകരണം വരുത്തും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്, നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം പൂർത്തീകരണം വരുത്തും. എനിക്ക് എൻ്റെ ആലയത്തിലെ ഓരോ കുടുംബത്തിനും നന്മ കിട്ടുന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം നിങ്ങളുടെ ഉയർച്ചയാണ് എൻ്റെ ഉയർച്ച. എനിക്ക് ഒട്ടും അസൂയ തോന്നത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ നിങ്ങളുടെ അയലത്തുകാർക്കും അസൂയ തോന്നിയെന്ന് വരാം, ബന്ധുക്കൾക്കും വലിയ വീട് വെക്കുന്നുണ്ടോ അല്ലേ. പക്ഷെ എനിക്കെന്താ ഓരോ കാര്യം എന്താ, എനിക്ക് സന്തോഷമാണ്. കാര്യം അത് ദൈവനാമത്തിനും മഹത്വമാണ്. ഈ ദിവസങ്ങളിൽ ഒരുപാട് ഭവനങ്ങൾ, ഒരു സഹോദരിക്ക് ഭവനം കിട്ടി. ഞാൻ പോയി പ്രാർത്ഥിക്കാനിടയായി. റീസെൻ്റ്ലി ഒരു 3 ആഴ്ചയാകുന്നുള്ളൂ. ഒരു സഹോദരിക്ക് പോയി പ്രാർത്ഥിക്കാനിടയായി. മറ്റൊരു സഹോദരിക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രമാണം ചെയ്യുകയാണ്. മറ്റൊരു സഹോദരി ഭവനം പണിയുന്നു. ഇങ്ങനെ അറിയാത്ത എത്ര പേരുള്ള എനിക്കറിയത്തില്ല. കർത്താവ് ബലപ്പെടുത്തട്ടെ. വലിയ കാര്യങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുക, വിശ്വസിക്കുക. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അത്ഭുതങ്ങൾ. ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. ഒരു ഭവനം വേണമോ, വാടക വീട്ടിലാണോ, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാർ, ഒരു പേപ്പർ എടുക്ക. നിനക്കറിയാവുന്ന കയ്യക്ഷരത്തിൽ, നിനക്കറിയാവുന്ന ചിത്രരചനയിൽ ഒരു പടം എഴുതി വെക്ക. ഒരു വീടിന്റെ പടം, എത്ര മുറി വേണം, വിശാലതയോടെ വിശാലതയോടെ ദൈവത്തിന്റെ വലിപ്പം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. അതിന്റെ പൂർത്തീകരണം ദൈവം ചെയ്യും, ചെയ്യും, ചെയ്യും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ. എന്താ വിശ്വാസത്തിന്റെ പ്രവൃത്തി? വീണ്ടും അഡ്വാൻസ് കൊടുക്കൽ. എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി എൻ്റെ അഡ്വാൻസ് ഇവിടെ കിടപ്പുണ്ടോന്ന്. ഒരു ഭൂമിക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചാൽ പറയാം എത്ര രൂപ? 10 രൂപ കൊടുത്തുള്ളൂ. 10 രൂപ. പക്ഷേ ആ 10 രൂപയ്ക്ക് മൂല്യം കൂടുതലാണ്. ഞാൻ കൂടെ നോക്കും ആ അഡ്വാൻസ് അവിടെ ഉണ്ടോ. എനിക്കറിയാം അഡ്വാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത്ഭുതം നടന്നിരിക്കും. വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ ദൂരക്കാഴ്ചയോടെ കാണുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഒരു ആമേൻ പറയാൻ കഴിയുമോ? അഡ്വാൻസ് കൊടുക്കുക. വലിയ തുകയൊന്നും വേണ്ട, കൊച്ചു തുകയാകട്ടെ, ബുക്ക് ചെയ്തു വെക്കുക. വാഹനം ബുക്ക് ചെയ്യുക. ചെറിയ തുക കൊടുത്ത് അത് അത്ഭുത തക്ക സമയത്ത് അത്ഭുത വഴികൾ ദൈവം തുറക്കും. വിശ്വാസത്തിന്റെ പ്രവൃത്തി. വീണ്ടും ഞാൻ പഠിപ്പിക്കുന്ന കാര്യം, തൊട്ടു വിളിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടൊക്കെ ഒരുപാട് നല്ല നല്ല കടകളുണ്ട്. നിങ്ങളുടെ ആവശ്യം ബന്ധപ്പെട്ട് കടയിലേക്ക് ചെല്ലുക. ചെന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിൽ തൊട്ട് പറയുക, വീട്ടിലേക്ക് വരിക, ഞാൻ പോകുകയാണ്, എൻ്റെ പുറകെ എൻ്റെ വീട്ടിലേക്ക് പറയാൻ വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ആവശ്യമായി ബന്ധപ്പെട്ട്, അല്ലാതെ അതുകൊണ്ട് മറച്ചിരിക്കാൻ വേണ്ടിയല്ല, കള്ളത്തരത്തിനല്ല, തട്ടിപ്പിനല്ല. നിങ്ങളുടെ ആവശ്യമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഒരു നല്ല ഫ്രിഡ്ജ് വേണം, അത് ദൈവനാമത്തിന് മഹത്വമാണോ? തീർച്ചയായും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു നല്ല വാഷിംഗ് മെഷീൻ വേണം, ദൈവനാമത്തിന് മഹത്വമാണോ? തീർച്ചയായും. നിങ്ങൾ കല്ലിൽ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം നഷ്ടപ്പെടും, വചനം വായിക്കാനുള്ള സമയം നഷ്ടപ്പെടും. നിങ്ങൾ അതങ്ങോട്ട് ഒന്ന് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അതിൻ്റെ വഴി അതവിടെ ചെയ്തുകൊണ്ടിരിക്കും. കടയിലേക്ക് ചെല്ല്. ഒന്നും കൈ വേണ്ട, ഒന്നും കൈ വേണ്ട, ഒരു ചില്ലി പൈസ വേണ്ട. ഒരു കടക്കാരനും വഴക്ക് പറയത്തില്ല. സെലക്ട് ചെയ്യാൻ എല്ലാവർക്കും അധികം. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് മേടിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞോ 3 ആഴ്ച കൊണ്ട് തിരിച്ചുകൊണ്ട് കൊടുക്കാം. നിയമം കാനഡയിലാണെങ്കിൽ ആ മേടിച്ച സാധനം 2 മാസം കഴിഞ്ഞ് തിരികെ കൊടുത്താലും അതിന്റെ പൈസ അവർ കൊടുക്കും. എനിക്ക് ഇഷ്ടമില്ല, വേറൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ, തിരിച്ചു കൊടുക്കാം. ആരും വഴക്ക് പറയത്തില്ല. തൊടുക, ഫ്രിഡ്ജിനെ തൊടുക. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ പുറകെ വരിക, എൻ്റെ പുറകെ വരിക. അതപ്രകാരം സംഭവിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് മാത്രമല്ല, നിങ്ങൾക്കും ഒരുപാട് 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 കാര്യങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ലോകം പറയും കലവില കലവില എന്തോ പറയുന്നു, പക്ഷേ ദൈവം പറയുകയാണ്, അവൾ എന്നോട് സംസാരിക്കുകയാണ്, അവൻ എന്നോട് സംസാരിക്കും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. മനുഷ്യൻ കുറ്റം പറയട്ടെ, കളിയാക്കട്ടെ, പരിഹാസിക്കട്ടെ, വിലമതിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
ഞാൻ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും അത് തുടരുകയാണ്. ഏറ്റവും അധികം പ്രതികൂലം ഞാൻ കണ്ടത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, സ്നാനത്തിൻ്റെ കാര്യത്തിലും അന്യഭാഷയിൽ. 2 പിശാചിന് ഇഷ്ടമല്ല. കാര്യം സ്നാനപ്പെട്ടാൽ അവൻ്റെ പൂണിയിൽ നിന്ന് പുറത്തായി. അന്യഭാഷയിൽ സംസാരിച്ചാൽ അത് അവന് മനസ്സിലാകത്തില്ല. അത് പാതാള ഭാഷയല്ല, അത് സ്വർഗീയ ഭാഷയാണ്. മനസ്സിലാക്കുന്നവർ ഒന്ന് കരങ്ങളെ ചേർത്ത്. വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന് അന്യഭാഷ അടയാളം അത്യാവശ്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പൊതുഭാഷകളിൽ സംസാരിക്കും. ഇതൊക്കെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ്. മുമ്പോട്ട് പോകട്ടെ, അല്പനേരം കൂടെ നോക്കും. വീണ്ടും യേശുള്ള വിശ്വാസത്തിന്റെ അന്തരീക്ഷമുള്ള സഭ കണ്ടുപിടിക്കണം. രാമൻ പറഞ്ഞാട്ട് വിശ്വാസ ജീവിതം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ അന്തരീക്ഷമുള്ള ഒരു സഭ നിനക്ക് വേണം. ഫുൾ ഗോസ്പൽ ചർച്ച് അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ ഇരിക്കാൻ കസേരയില്ലെങ്കിലും എന്ത് വേണം? വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷമുണ്ടോ? അത് ആരുണ്ടാക്കുന്നതാണ്? നമ്മളുണ്ടാക്കുന്നതാണ്. നമ്മൾ വിശ്വാസവാക്ക് പറയുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വലിപ്പം പറയുമ്പോൾ, നമ്മൾ കൃപയാൽ നീതീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ സഭയിൽ വിശ്വാസത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അവിടെ യേശുവിന് പ്രവൃത്തിയുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് എത്തിയാണ്. മക്കളെ, നിങ്ങളുടെ ഭാഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ പലരും ആഴങ്ങൾ ബോധ്യപ്പെടുന്നില്ല. ഞാൻ സങ്കടത്തോടെ കാര്യം പറയട്ടെ. നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. തൊട്ടടുത്തുള്ള നാമതേ സംഘത്തിൽ നിന്ന് പോയി നോക്ക്, ഒന്ന് അറിഞ്ഞു നോക്ക്. മിക്കതും രോഗത്താൽ ഭാരപ്പെടുകയാണ്. അതും മാറാ രോഗത്താൽ. അനർത്ഥം ഒഴിഞ്ഞ ദിവസമില്ല. ചോദിച്ചാൽ സ്നാനപ്പെട്ട വ്യക്തിയാണ്, അഭിഷേകമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അനർത്ഥം ഒഴിയുന്നില്ല. നിന്ദകളും പരാജയങ്ങളും ഒഴിയുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം അവരുടെ ഭവനങ്ങളിലില്ല, അവർ പോകുന്ന ആലയത്തിലില്ല. അവിശ്വാസത്തിൻ്റെ അന്തരീക്ഷം ആർക്ക് സഹായമാണ്? പിശാചിന് സഹായമാണ്. നിന്റെ ഭവനം നശിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. കുറെ നെഗറ്റീവ് വീട്ടിൽ നിന്ന് വിളിച്ചു പറ. ഒരു ഗുണം പിടിക്കത്തില്ല നാശം പിടിക്കാൻ. എന്നെയും കൊണ്ടേ മറിയൂ. ഒരു മുടിഞ്ഞ വീട് രാവിലെ എഴുതുവാണ്, ഒരു മുടിഞ്ഞ വീട് പറഞ്ഞാട്ടെ. എന്ത് സംഭവിക്കും? നിന്റെ വീട് മുടിഞ്ഞിരിക്കും. അതിലുപരിയായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിനായി സ്തോത്രം കർത്താവേ. എനിക്ക് തന്ന നല്ല കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ഞാൻ അനുഭവിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾക്കായി സ്തോത്രം. എന്നെ കൊണ്ട് അങ്ങ് ചെയ്തെടുക്കാൻ പോകുന്ന വലിയ പ്രവൃത്തിക്കായി സ്തോത്രം. മേൽത്തരമായത്, വിശേഷകരമായത് എനിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. വരും നിമിഷങ്ങൾ എന്ന് പറയാൻ കഴിയുമെങ്കിൽ നീ സൃഷ്ടിക്കുന്നത് നിന്റെ ഭവനത്തിൽ വിശ്വാസത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. അത് നിന്റെ കുടുംബത്തെ വ്യത്യസ്തമാക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. രാമൻ പറഞ്ഞാട്ടെ. ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നെഗറ്റീവ് പറയുന്ന ആ അന്തരീക്ഷം ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ മനഃപൂർവമായി അത് ഒഴിവാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു കുരങ്ങായിട്ട് അധപ്പതിക്കരുത്. എന്താ കുരങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് വാലുണ്ട് അല്ലേ? നമ്മളും പല കാര്യങ്ങളിലും വാല് ചേർക്കുമ്പോൾ എന്തായി മാറും? കുരങ്ങായി മാറും. മഴ, മഴയത്തെ കുട കൊണ്ടുപോണേ. പിന്നെ പറഞ്ഞ ഈ മഴ നശിച്ച മഴയാ, ഇത് നമ്മളെയും കൊണ്ടേ മറിയൂ. അതെന്താണ്? വാല് ചേർക്കരുത്.
കാര്യങ്ങൾ പറയാം, സംഭവങ്ങൾ വിവരിക്കാം, കുഴപ്പമില്ല. പക്ഷേ എന്ത് ചേർക്കരുത്? വാല് ചേർക്കരുത്. ഒരു നശിച്ച ഒരു വീട്, അത് ചോർന്നൊലിക്കുന്ന വീടാണ്, അത് വസ്തുതയാണ്, അത് മാറ്റിയെടുക്കാം നമുക്ക്. അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, ആ കറണ്ട് കുഴപ്പമുണ്ട്, അതിനെല്ലാം പറയാം. പക്ഷെ പറയരുത് നാശം പിടിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന വീടെന്ന് പറയരുത്. ഈ വീട് എന്നെയും കൊണ്ടേ മറിയുമെന്ന് പറയരുത്. വാല് ചേർക്കുമ്പോൾ നീ ആരായി മാറും? ഒരു കൊരങ്ങായി മാറും. വാല് ഒഴിവാക്കുമ്പോൾ നീ ഒരു മനുഷ്യനായി മാറും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. വീണ്ടും മുമ്പോട്ട് പോകാം. യേശുവിൻ്റെ വചനങ്ങൾ അത് നിന്നെ വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന് സഹായിക്കും. യേശുവിൻ്റെ വചനങ്ങൾ എന്താണ് വായിക്കുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഞാൻ പറയാറുണ്ട്, ഒരധ്യായമേ വായിക്കാൻ സമയമുള്ളൂവെങ്കിൽ വായിക്കേണ്ടത് യേശുവിൻ്റെ വാക്കുകൾ ഉൾപ്പെടുന്ന പുതിയ നിയമ പുസ്തകങ്ങളാണ്. അതാണ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഒരു നെഗറ്റീവും യേശു പറഞ്ഞില്ല. കാര്യം എന്താണ്? അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവിതം വിജയമാകണമെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ വായിക്കണം, അത് കേൾക്കണം, വീണ്ടും മല്ലു പിടിച്ച് പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 മല്ലു പിടിച്ച് പ്രാർത്ഥിക്കണം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അടുത്ത വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് എന്താ വായിച്ചത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ് ഉടലോടെ സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ടു അഗ്നിമയ രഥങ്ങളാൽ. നമുക്കുള്ള മൂക്ക് അവനുമുണ്ടായിരുന്നു, നമുക്കുള്ള ചെവികൾ അവനുമുണ്ടായിരുന്നു, നമുക്കുള്ള ഹൃദയം നമ്മുടെ അത്രയും പൊക്കമുള്ളൂ, നമ്മുടെ അത്രയും വണ്ണമുള്ളൂ, അധികമായിട്ടൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യൻ, പക്ഷേ അസാധാരണമായി പ്രാർത്ഥിക്കുവാൻ അവൻ തയ്യാറായി. ഒരാമേൻ പറഞ്ഞാട്ട്. സാധാരണ മനുഷ്യൻ അസാധാരണമായി പ്രാർത്ഥിച്ചു, മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, മഴ നിർത്തിയാലേ ഈ ജനം പഠിക്കൂ. 3 വർഷവും തീ കൊണ്ട് ഉത്തരം തരുന്ന ദൈവം വെളിപ്പെട്ടു. പ്രിയമക്കളെ, തീയെടുത്ത് ഒന്നിനും ചെല്ലാനൊക്കത്തില്ല കേട്ടോ. നിന്റെ ജീവിതത്തിലും വേണ്ടത് എന്താണ്? തീ കൊണ്ട് ഉത്തരം തരുന്ന ഒരു ദൈവം. നിന്നെ തകർക്കാൻ നോക്കുന്ന ശത്രുവുണ്ട്, എതിരായുള്ള മന്ത്രവാദങ്ങളുണ്ടായി. ദൈവത്തെ സ്നേഹിക്കുന്നല്ലോ. എന്താണ് കിട്ടിയത്? ലോകം ചോദിക്കട്ടെ, അയൽക്കാർ ചോദിക്കട്ടെ, സകവിശ്വസ് പറയണം, തീ കൊണ്ട് ഉത്തരം വരുന്ന ഒരു ദൈവമുണ്ട്. ചെയ്വനകളും കെട്ടുകളുമല്ലോ തീയിൽ കത്തിയല്ലോ. ഒരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നോക്കുക, മുട്ടുമടക്കി മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞു പോകട്ടെ, കർത്താവിൻ്റെ മേശ മുടക്കരുത്. എന്ത് മുടക്കരുത്? കർത്താവിൻ്റെ മേശ മുടക്കരുത്. ഇത് വിലപ്പെട്ട ആഹാരമാണ്. അതിനെപ്പറ്റി അടുത്ത വർഷം പറയാൻ കൂടുതൽ കാലം പറയാനിരിക്കുന്നതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. വീണ്ടും, വിജയകരമായ വിശ്വാസ ജീവിതത്തിന് സുവിശേഷീകരണം ഒരു അത്യാവശ്യ ഘടകമാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. നിന്റെ വിശ്വാസം നീ പങ്കുവെക്കണം. എല്ലാം നിന്നിൽ ഒതുക്കരുത്. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും. പണ്ട് ഇതെന്തോ ഈ നെയ്ത്തോടെ നേർന്ന് ഈ നെയ്യുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ, അതിനകത്ത് 3 സാധനമുണ്ട്. ഒരെണ്ണത്തിൽ പിടിക്കും. ഈ 3 സാധനം പിടിക്കുമ്പോഴാണ് ഈ അഴികൾ ഇങ്ങനെ ചേർന്ന് അതാ എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും. ഇതല്ല ക്രിസ്ത്യ ജീവിതം. എന്നൊക്കെ കിട്ടിയത് അയൽക്കാരനുമായി പങ്കുവെക്കണം. അരിയും ഗോതമ്പൊന്നും അല്ല, വിശ്വാസം. നിന്റെ ദൈവത്തെ നീ പങ്കുവെക്കണം.
വെള്ളിയാഴ്ചയും പറഞ്ഞൊരു കാര്യമുണ്ട്, നന്മ മറച്ചു വെച്ചാൽ കുറ്റം വരും. ഹല്ലേലൂയ. നിധി കിട്ടി മറച്ചു വെച്ചാൽ കുറ്റം വരും, ജയിലിൽ കിടക്കേണ്ടി വരും. അത് ആരുടെ പ്രോപ്പർട്ടിയാ? ഗവൺമെന്റിന്റെ. അത് ആദ്യം ഗവൺമെന്റിനെ അറിയിക്കണം. നന്മ മറച്ചു വെക്കരുത്. നിനക്ക് കിട്ടിയ വിശ്വാസം ഒരു നിധിയാണ്. നിനക്ക് കിട്ടിയ കാഴ്ചപ്പാടുകൾ ഒരു നിധിയാണ്. നിനക്ക് കിട്ടിയ ഉയർച്ചകൾ ഒരു നിധിയാണ്. അത് നീ പങ്കുവെക്കണം. ദൈവത്താൽ സംഭവിച്ചുവെന്ന് പങ്കുവെക്കണം. ഒരാമേൻ പറഞ്ഞാട്ട്. സുവിശേഷം അത് വിജയകരമായ ജീവിതത്തിനെ സഹായിക്കും. വീണ്ടും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ദശാംശം ദൈവത്തെ നിന്റെ എല്ലാ വസ്തുവിൻ്റെയും ആദ്യ ഫലം കൊണ്ട് ബഹുമാനിക്കണം. ദൈവം തരുമ്പോൾ ദൈവത്തെ മറക്കരുത്. എന്നാലേ നാളെ കൊയ്ത്ത് കിട്ടൂ. രാമൻ പറഞ്ഞാട്ട് 10 രൂപ കിട്ടിയാൽ 1 രൂപ മാറ്റി വെച്ചാൽ അതെന്താണ്? വിത്താണ്. പ്രിയമക്കളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവേ എൻ്റെ കയ്യിൽ പണം തരല്ലേ, നിന്റെ കയ്യിൽ ഇത് വെച്ചാൽ മതി. തക്ക സമയത്ത് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം അത് കിട്ടിയാൽ മതി. കാര്യം എൻ്റെ കയ്യിൽ പണം വരുന്ന ആരെങ്കിലും കൊണ്ടുപോകാൻ എന്ത് ചെയ്യും അല്ലേ? ദൈവത്തിൻ്റെ പണം വരുന്ന ആരെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ല. തക്ക സമയത്ത് അതെന്ത് ചെയ്യും? അത് നമുക്ക് അനുഗ്രഹമായി മാറും. ദശാംശം അത് ഒരു പ്രത്യേക ദൈവത്തിൻ്റെ നിയമമാണ്. അത് തീർച്ചയായും പാലിക്കേണ്ടതാണ്. വീണ്ടും മഹത്വം പൂർണ്ണമായി ദൈവത്തിന് കൈമാറണം. ഒരിക്കലും മഹത്വം പിടിച്ചു വെക്കരുത്. മഹത്വം എന്ത് ചെയ്യണം? ദൈവത്തിന് എന്ത് കിട്ടിയാലും പറയണം, എല്ലാ മഹത്വവും യേശുവിന്. മക്കളെ, ഈ ദിവസങ്ങളിൽ ഒരുപാട് ശുശ്രൂഷകൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനവും നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് അവസാനവും ആദ്യവും കണ്ട വ്യക്തിയാണ്. കൃപയാൽ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. മഹത്വം പിടിച്ചു വെച്ചാൽ കൃമിക്ക് ഇരയാകും. മഹത്വം പിടിച്ചു വെക്കാനുള്ളതല്ല, മഹത്വം ദൈവത്തിന് കൈമാറാനുള്ളതാണ്. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. മഹത്വം ദൈവം അണിയിക്കും. പക്ഷേ തക്ക സമയങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴേ അങ്ങ് അത് കൈമാറണം. എന്നാൽ മാത്രമേ അത് വീണ്ടും അടുക്കിലേക്ക് വരികയുള്ളൂ. മഹത്വം പൂർണ്ണമായി ദൈവത്തിനായിരിക്കണം. പിന്നെ പിശാചുമായുള്ളൊരു പോരാട്ടം. ഇത് നമ്മളായിരിക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, ഒരു പോരാട്ടമാണ്. വചനത്താൽ രക്തത്താൽ ബലപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാചിനെ ആട്ടിപ്പായിക്കണം. അവൻ കെട്ടിയ കെട്ടുകളെ അഴിക്കണം. അവനെ കെട്ടണം. ഒന്നും ഭാരപ്പെടണ്ട. അവരൊരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. വചനം എന്താ പറയുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു. അവയൊന്നും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പരമാർത്ഥം വിളിച്ചു പറയട്ടെ, പിശാച് നിസ്സാരനാണ്. നീ വിശ്വാസത്തിന്റെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് ഉയരുമെങ്കിൽ നിസ്സാരമായിട്ട് പിശാചിനെ തോൽപ്പിക്കാം. രോഗാത്മാവിനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാം. അശുദ്ധാത്മാവിനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാം. നിന്റെ അകത്ത് ദൈവത്തിന്റെ വലിപ്പം നിറയുമെങ്കിൽ, നിന്റെ അകത്ത് വിശ്വാസം നിറയുമെങ്കിൽ, പിശാച് നിന്റെ കാലിന്റെ കീഴിലാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വ്യക്തിയോട് ഒരു നിമിഷം എഴുന്നേൽക്കാം. ഞാൻ 12 കാര്യങ്ങൾ പറഞ്ഞു. 1 വിശ്വാസം, 2 ദൈവത്തിന്റെ വലിപ്പം, വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞാൻ പറഞ്ഞോട്ടെ. വീണു വണങ്ങണം. ആലയത്തിൽ എന്ത് ചെയ്യണം? വീണു വണങ്ങണം. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ചന്ദ്രൻഭായിയുടെ കാര്യം പറയാനിടയായി. ദൈവസഭയിൽ അഹങ്കാരം കാണിച്ചവൻ്റെ ഒക്കെ പതനം അദ്ദേഹം എന്നോട് പറയാനിടയായി. മക്കളെ, ഇത് അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല, വീണ് വണങ്ങാനുള്ള. വളരെയധികം ഭയപ്പെടണം ദൈവസാന്നിധ്യം. ആലയം എന്താണ്? വീണ് വണങ്ങാനുള്ള സ്ഥലമാണ്. നിന്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി അല്ല നീ, അല്ല മാനുഷിക ഉയർച്ചയ്ക്ക് വേണ്ടി അല്ല നീ വരേണ്ടത്. ദൈവനാമം എന്നിലൂടെ മഹത്വം എടുക്കണം. രാമൻ പറഞ്ഞാട്ട് വീണു വണങ്ങുവാൻ തയ്യാറാകണം. അത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് സഹായമാണ്. യേശുവിന്റെ വചനം മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനെ മേശയിൽ പങ്കെടുക്കുക. സുവിശേഷിക്കണം.